ചെറുവത്തൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക് ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. കിള്ളിമംഗലം കുളമ്പ് റോഡിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. വാട്ടർ അതോറിറ്റിയുടെയും പഞ്ചായത്തിന്റെയും അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാർക്കിടയിൽ ജനരോക്ഷം ശക്തമാണ്. കിള്ളിമംഗലം കുളമ്പ് റോഡിൽ പ്രദേശത്തെ വീടുകളിലേക്ക് വെള്ളമെത്തുന്ന പ്രധാന പൈപ്പ് പൊട്ടി 3 ദിവസമായി കുടിവെള്ളം പാഴാകുന്നു. വൻതോതിൽ വെള്ളം നഷ്ടപ്പെടുന്ന വിവരം പലതവണ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകാത്തത് നാട്ടുകാരിൽ കടുത്ത അമർഷത്തിന് കാരണമാവുകയാണ്. പരാതിയുമായി ചേലക്കര വാട്ടർ അതോറിറ്റി ഓഫീസിനെ സമീപിച്ചപ്പോൾ തൃശൂരിലെ ഓഫീസിൽ ബന്ധപ്പെടുവാനായിരുന്നു നിർദ്ദേശം. എന്നാൽ അവിടെയും പരാതി നൽകിയിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഈ പൈപ്പ് ഇവിടെ പൂല് തുടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പൊട്ടാറുണ്ട്. ആരൊക്കെ വന്ന് ടാപ്പ് മാറ്റിയിടാറുണ്ട്. ഇപ്പോൾ ഇത് പൊട്ടിയ കാരണം ആരും വന്നിട്ടില്ല. 2-3 ദിവസമായി വാട്ടർ അതോറിറ്റി വിളിക്കുന്നു, വരുന്നില്ല. അതുകൊണ്ട് കൂടാതെ ഞങ്ങളൊരു 5 കണക്ഷൻ ഉണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഈ 5 കണക്ഷനിലേക്ക് 5 കൊല്ലമായി വെള്ളം വന്നിട്ട് വാട്ടർ അതോറിറ്റിക്ക് വിളിച്ച് പറഞ്ഞാൽ നാളെ റെഡിയാക്കാം, മറ്റന്നാൾ റെഡിയാക്കാമെന്ന്. പുതിയൊരു വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കാറുണ്ട്. കാരണം ഞാൻ കണക്ഷനുള്ള ആളാണ്. കുടിശ്ശിക ഉണ്ട് വന്നിട്ട്. പക്ഷെ കുടിശ്ശിക ഞാൻ ഒരുപാട് പൈസ അടച്ചതാണ്. ഇപ്പോൾ കുറച്ച് കുടിശ്ശിക ഉണ്ട്, ശരി അടയ്ക്കാന്ന് പറഞ്ഞാൽ പറയും വേണ്ട, റെഡി ആക്കിയിട്ട് അടച്ചാൽ മതി പറയും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ വരുന്നുണ്ട് നിങ്ങളവിടെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോവാതെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഈ സാറന്മാരും വരില്ലേ, പിന്നെ വഴിക്കില്ല. കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കില്ലേ. അതേസമയം പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകുമ്പോഴും തൊട്ടടുത്തുള്ള കുളമ്പ് ഭാഗത്തെ 5 കുടുംബങ്ങൾ കഴിഞ്ഞ 5 വർഷമായി കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ്. കുടിവെള്ള പദ്ധതി വഴി ഈ വീടുകളിൽ വെള്ളം എത്തിയിട്ട് വർഷങ്ങളായെങ്കിലും എല്ലാ മാസവും പൈസ കൃത്യമായി അടയ്ക്കേണ്ട ഗതികേടിലാണ് ഇവർ. ടാപ്പിന്റെ കംപ്ലൈന്റ് ആണ് സ്ഥിരമായിട്ടുണ്ടാവില്ലേ. കാരണം 5-8 കുടുംബങ്ങൾ വെള്ളം എടുക്കാനുള്ളതാണ്. ഈ 5-8 കുടുംബങ്ങൾക്ക് ഉപയോഗമുള്ള സാധനം. ആ സാധനം ഇപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നതിന് ശേഷം ടാപ്പ് പൊട്ടിയ ഓരോ വീട്ടുകാർ അല്ലെങ്കിൽ ഈ പരിസരത്തുള്ള വെള്ളം എടുക്കുന്നവർ കഴിഞ്ഞ പ്രാവശ്യം പോലെ പൊട്ടിയിട്ട് ഞങ്ങൾ കൂടിയിട്ടാണ് ഇപ്പോൾ ടാപ്പ് വാങ്ങിയിട്ട്. അപ്പോൾ ടാപ്പ് പിന്നെ നിസ്സാര കേസാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്ര രൂപ ഉള്ളൂ. അതിപ്പോൾ 4 വീട്ടുകാർ അല്ലെങ്കിൽ ഒരു വീട് ഒറ്റയ്ക്ക് തന്നെ ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ വെള്ളം പൊട്ടി പോയി കഴിഞ്ഞാൽ വെള്ളം എടുക്കുന്ന ഉപയോഗമില്ല. രണ്ടാമത് മൊത്തം വേസ്റ്റായിട്ട് പോകാൻ വെള്ളം നമുക്ക് ആർക്കും ഉപകാരത്തിൽപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒരു തുള്ളി വെള്ളം എന്ന് പറഞ്ഞാൽ അമൂല്യമാണ്. അതൊരു തുള്ളി പോകാൻ അതിനൊരു നല്ലൊരു ഇത് കൊടുക്കുന്നവർ. കാരണം നമ്മളിവിടെ പരിസരവാസികൾ വിളിക്കുമ്പോൾ വരണം, അത് ചെയ്തു തരാൻ ഗൗരവമായിട്ട് എടുക്കണം. ഇപ്പം അതിൻ്റെ യാതൊരു ഗൗരവവും ഇല്ല. വിളിക്കാന്നല്ലാതെ വിളിച്ച് തന്നെ ഫോൺ എടുക്കും, ഇതാ വരുന്നെന്ന് അറിയും. പിന്നെയും വെള്ളം പോയോണ്ടൊക്കെയല്ലോ വെള്ളത്തിൻ്റെയൊക്കെ വെള്ളം തീയി അതിൻ്റെയൊക്കെ ഒരു അപകടം എന്ന് പറഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. ആ നാട്ടുകാർക്ക് വേണ്ടി ചെയ്യേണ്ട ഓഫീസർമാരാണ്. അതൊക്കെ വിളിച്ചാൽ വരണം. നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്. നമ്മളൊക്കെ ഈ ഏരിയയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വിളിച്ചാൽ അതിൻ്റെതായ ആളുകൾ വരുന്ന ആളും നമ്മളൊക്കെ അതിൽ നാട്ടുകാരുടെ കംപ്ലൈൻറ്റും ഉണ്ട്. പക്ഷേ ആ പൈപ്പിൻ്റെ ഒരു കാരണം ഇപ്പോൾ ഇവിടെ പൊട്ടിയ കാരണം ഇതിൻ്റെ മുകളിലേക്കാണ്. ഇപ്പോൾ അവർ ആരേട്ടൻ പറഞ്ഞ പോലെ 3-4 പൈപ്പുണ്ട്. മൊത്തം പറഞ്ഞാൽ കയറ്റാണ്. അപ്പോൾ പോളിസി കമ്മി. അപ്പോൾ അതുകൊണ്ട് കയറുന്നില്ല. ഒന്നാമത്തെ ഇവിടെ ഉള്ള ഉപയോഗമുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു അധികാരികൾ അത് നല്ലൊരു ഗൗരവമായിട്ട് എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം കുടിവെള്ളത്തിൻ്റെതാണ്. അത് കുടിവെള്ളം പോണ് മാത്രമല്ല, ഇപ്പോൾ ഈ വെള്ളം കയറുന്ന കൊച്ചപ്പൻ്റെ അവിടെ റോട്ട് കൂടെ. അപ്പോൾ ഇത്രയും വെള്ളം പോകുമ്പോൾ 3 ദിവസമൊക്കെ ആയിട്ട് തിരിഞ്ഞു നോക്കാതെ നിസ്സാര കാര്യമാണ്. ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു ടാപ്പ് വാങ്ങിയിടുമ്പോൾ ഇത് നേരാക്കിയിട്ട് ഓഫ് ചെയ്തിട്ട് നേരാക്കിയിടാൻ പറ്റുമോ? നാട്ടുകാരായി നമുക്ക് അത് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കംപ്ലൈൻ്റ് ആയിട്ട് ഞങ്ങൾ അധികാരികളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു 3 ദിവസം അറിയിച്ചത്. പൈപ്പ് പൊട്ടിയ ഭാഗത്ത് പ്ലംബർമാർ എത്തി ടാപ്പ് മാറ്റിയെങ്കിലും പൈപ്പിന്റെ കാലപ്പഴക്കം കാരണം വീണ്ടും പൊട്ടുകയാണ്. പുതിയ AE വന്ന് പരിശോധിക്കുമെന്ന് പറയുന്നതല്ലാതെ ആരും എത്തുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വാട്ടർ അതോറിറ്റിയുടെ ഗുരുതരമായ വീഴ്ചയ്ക്ക് പുറമെ പ്രശ്നത്തിൽ ഇടപെടാൻ പഞ്ചായത്ത് അധികൃതരും തയ്യാറാകാത്തത് ജനരോഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കടുത്ത വേനലിൽ കുടിവെള്ളത്തിനായി ജനങ്ങൾ വലയുമ്പോഴാണ് അധികൃതരുടെ ഈ അനാസ്ഥ തുടരുന്നത്. CCV ന്യൂസ്, പാഞ്ഞാൾ.